ടിയാൻ എന്ന ടൈറ്റിലിൻ്റെ ലിറ്ററൽ അർത്ഥം ഒരുപക്ഷെ ഇതിനോടകം അറ്റ്ലീസ്റ്റ് ഈ സിനിമയോട് താല്പര്യമുള്ളവരെങ്കിലും അറിഞ്ഞു കാണും. നമ്മൾ വളരെ പുരാതനമായ മലയാള ഭാഷയിൽ പോലും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. നമ്മൾ ഈ ആധാരങ്ങളിൽ, വിലയാധാരങ്ങളിൽ ഒരാളുടെ പേര് എഴുതി കഴിഞ്ഞാൽ രണ്ടാമത് ആ സബ്ജക്റ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ മേൽപ്പടിയാൻ എന്നാണ് എഴുതാറുള്ളത്. ആ മേൽപ്പടിയാൻ പിന്നീട് കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിൻ്റെ ഒരു അബ്രിവിയേഷനാണ് ഈ ടിയാൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ടിയാൻ ദി അബവ് മെൻഷൻഡ് എന്നുള്ളത്. അപ്പോൾ ഈ ദി എഫോർ മെൻഷൻഡ്, ദി അബവ് മെൻഷൻഡ് എന്നുള്ള ടാഗ് ലൈൻ സിനിമയിൽ വരുന്നതിന് മറ്റൊരു പ്രസക്തിയും കൂടെ. ദി അബവ് എന്ന് നമ്മൾ പറയുന്ന ദ സ്കൈസ്, നമുക്ക് മുകളിൽ ഉള്ള ഒരാൾ എന്നുള്ളൊരു പ്രസക്തി കൂടി അതിനുണ്ട്. അതുപോലെ തന്നെ ഈ ആധാരങ്ങളിൽ, ഭൂമി ആധാരങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്കായതുകൊണ്ട് തന്നെ ആരുടെയാണ് ഈ ഭൂമി, ടു ഹൂ ഡസ് ദിസ് ലാൻഡ് ബിലോങ് എന്ന ചോദ്യത്തിന് ഈ സിനിമയുടെ കഥാതന്തുമായിട്ട് ഒരു ബന്ധമുണ്ട്. ആ വിഷയത്തിനൊരു പ്രസക്തിയുണ്ട്. അപ്പം അതുകൊണ്ട് അതെല്ലാം കൂടി ചേർത്താണ് ടിയാൻ എന്ന ടൈറ്റിൽ മുരളി ഈ സിനിമയ്ക്ക് കണ്ടെത്തിയിരിക്കുന്നത്. ഈ സിനിമയുടെ വിഷയവുമായിട്ടും ഈ സിനിമയുടെ സ്ക്രിപ്റ്റുമായിട്ടും ഇത്രയും അടുത്ത് ഇടപഴകിയ ഒരാളെന്ന നിലയ്ക്ക് റിയലി ഇസ്ന്റ് ഇതിനേക്കാൾ നല്ലൊരു ടൈറ്റിൽ ഈ സിനിമയ്ക്ക് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇറ്റ് റിയലി സിറ്റ്സ് വെൽ. ഞാൻ ആക്ച്വലി ടിയാൻ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് പറയാൻ സാധിക്കുന്ന ഒരു സദസ്സാണെങ്കിൽ പോലും, ഫോർ എക്സാമ്പിൾ എൻ്റെ ആദ്യമായിട്ട് ഞാൻ ഈ സ്ക്രിപ്റ്റ് കേട്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഒരു ഫ്ലൈറ്റിൽ, ഈ സ്ക്രിപ്റ്റ് കേട്ട് ഇമ്മീഡിയറ്റ്ലി ഞാനൊരു സ്ഥലം, എനിക്ക് ഒരു യാത്രയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഈ സിനിമയെക്കുറിച്ച് എൻ്റെ വൈഫിനോട് സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് സിനിമ എന്ന് പറഞ്ഞപ്പോൾ ഐ റിയലൈസ്ഡ് ഇത് അങ്ങനെ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒരു അരമണിക്കൂർ കൊണ്ട് ഇതിൻ്റെ കഥ പറയാൻ പറ്റില്ല. ഒരു 3.5 മണിക്കൂർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ 1 ലൈൻ ഞാൻ പറയാം, ഫസ്റ്റ് സീൻ ടു ലാസ്റ്റ് സീൻ ഞാൻ പറയാം, പക്ഷേ ഇതിൻ്റെ കഥ പറയാൻ പറ്റില്ല. അതിന് കാരണങ്ങൾ പലതാണ്. ഒന്ന്, ഇത് മൾട്ടിപ്പിൾ ജോണേഴ്സ് ക്രിസ് ക്രോസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. മാത്രമല്ല ഇതങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സിനിമയല്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുന്ന സിനിമയല്ല, ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന സിനിമയല്ല. ഒരു കാലത്തിൻ്റെ, ഒരു ദേശത്തിൻ്റെ, ഒരു സംസ്കാരത്തിൻ്റെ ഒക്കെ കഥ പറയുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇത്തരത്തിലൊരു സിനിമ, അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഇറങ്ങിയ അതുപോലൊരു സിനിമ എന്ന് പറയാനുള്ളൊരു റെഫറൻസ് എൻ്റെ മനസ്സിൽ എനിക്ക് കിട്ടുന്നില്ല. സോ ടിയാൻ ഫോർ മീ ഈസ് എ സ്റ്റാൻഡ് അലോൺ കൈൻഡ് ഓഫ് എ ഫിലിം. ഓരോ സിനിമയും വേറിട്ട് നിർത്തുന്നത് ആ സിനിമയുടെ കഥയാണ്. അപ്പോൾ അതുപോലെ തന്നെ ടിയാൻ എന്ന സിനിമയുടെ അടിസ്ഥാനമായിട്ട് നമ്മൾ ഇതിനു മുമ്പ് കേട്ട് പരിചയിച്ചിട്ടില്ലാത്തൊരു കഥയുണ്ട്. നമ്മൾ സിനിമ കാണുമ്പോൾ ഒരു പക്ഷേ അതിലെ പല മുഹൂർത്തങ്ങളും നമുക്ക് പരിചിതമാണെന്ന് തോന്നാം. പക്ഷെ ആ മുഹൂർത്തങ്ങളിലൂടെ പറഞ്ഞു വരുന്ന കഥ, ആ മുഹൂർത്തങ്ങളിലൂടെ പരാമർശിക്കപ്പെടുന്ന വിഷയങ്ങൾ, അതൊന്നും ഇതിനു മുമ്പ് ഒരു സിനിമയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് തന്നെയാണ് ടിയാൻ്റെ പുതുമയും. ടിയാനിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിനോട് എനിക്കുള്ളൊരു ഇൻഫാച്ചുവേഷൻ ഒരു പക്ഷേ ഇതിനോടകം തന്നെ എൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നൊക്കെ ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാവും. അസ്ലൻ മുഹമ്മദ് എന്നാണ് ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പേര്. എന്താണ് അസ്ലൻ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എന്താണ് അസ്ലൻ എന്നുള്ളത് സിനിമയുടെ കഥയുടെ ഭാഗമാണ്. പക്ഷേ അസ്ലൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അസ്ലൻ്റെ ജീവിതം, അസ്ലൻ്റെ വഴികൾ, ഇതൊക്കെ ശരിക്കും എനിക്ക് തോന്നുന്ന എല്ലാവർക്കും അവരുടെ ലൈഫിൽ ഒരു റെഫറൻസ് പോയിന്റ് ആകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. നമ്മൾ എസ്പെഷ്യലി നമ്മുടെ ഇന്നത്തെ ഒരു ലോകത്ത് നമ്മുടെ യഥാർത്ഥമായ യാഥാർത്ഥ്യം നമ്മൾ മറന്നിട്ടാണ് ജീവിക്കുന്നത്. നമ്മളൊരു മാഡ് റഷിലും ഈവൻ ഇൻ എ ബ്രോഡർ സെൻസ് എന്താ പറയുക, നമ്മുടെ ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് എക്സിസ്റ്റൻസ്, ഡെമോക്രസി എന്നൊക്കെ പറയുന്ന വളരെ സ്റ്റാറ്റ്യൂറ്റ് ആയിട്ടുള്ള പില്ലേഴ്സിനെ പോലും ചലഞ്ച് ചെയ്യുന്ന ചുറ്റുപാടുകളിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒക്കെ അടിയിൽ ഉള്ള നമ്മുടെ ഒരു ട്രൂ എക്സിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഭയങ്കര ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അസ്ലൻ ഈ സിനിമയിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് അസ്ലൻ്റെ സംഭാഷണങ്ങളും അസ്ലൻ്റെ ജീവിതവും ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളതും ഈ സിനിമയിൽ കാണിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ള ഞാൻ ഇമാജിൻ ചെയ്തിട്ടുള്ള അസ്ലൻ്റെ ജീവിതമൊക്കെ എനിക്ക് ഇപ്പോഴും ഒരു ഭയങ്കര ഇൻഫാറ്റുവേഷനാണ്. അതിൽ കൂടുതൽ എനിക്ക് ഈ കഥാപാത്രത്തെ പറ്റി പറയാൻ പറ്റില്ല, കാരണം അത് സിനിമ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്.
അല്ല, എനിക്ക് എക്സ്ട്രോർഡിനറി ആയിട്ട് തോന്നി എനിക്ക് ഇതിൻ്റെ സ്ക്രിപ്റ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടിട്ട് ആക്ച്വലി അന്ന് രാത്രി ഞാൻ ഇങ്ങോട്ടൊരു ഫോറിൻ ഞാൻ പോകുമായിരുന്നു. സോ ഐ വാസ് സോ എക്സൈറ്റഡ് അബൌട്ട് വാട്ട് ഐ ഹാഡ് ജസ്റ്റ് ഹേർഡ്. എനിക്ക് ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുള്ള ഒരുപാട് സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻസ് ഒരു ആക്ടർക്ക് ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു സെഷനുമായിട്ട് എനിക്ക് താരതമ്യം ചെയ്യാൻ പറ്റാത്തൊരു സ്ക്രിപ്റ്റ് റീഡിങ് സെഷനായിരുന്നു ടിയാൻ്റെ. ആൻഡ് മുരളി എക്സ്ട്രീം ഡീറ്റെയിൽ എഴുതുന്ന ആളാണ്. മുരളി ഒരു സീൻ എഴുതുമ്പോൾ അതിൻ്റെ എക്സ്ട്രീം ഡീറ്റെയിൽ എഴുതും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എസ്പെഷ്യലി ഞാൻ ഭയങ്കര ഒരു വിഷ്വലിൻ്റെ ആളാണ്. എനിക്കിങ്ങനെ കഥ കേൾക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി എൻ്റെ മനസ്സിൽ കംപ്ലീറ്റ് വിഷ്വലാണ്. അപ്പോൾ ഞാൻ കണ്ട സാധനങ്ങൾ എന്നെ ഭയങ്കരമായിട്ട്, അഫ്കോഴ്സ് സിനിമ ഞാൻ കണ്ടതല്ല, കൃഷ്ണകുമാർ കണ്ടതാണ്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ടച്ച് ചെയ്ത കഥാപാത്രങ്ങളും കഥയും തിരക്കഥയുമാണ് ടിയാൻ്റേത്. ആൻഡ് ആ ക്രിയേഷൻ മുരളിയുടേതാണ്. മുരളിയാണ് ഈ കഥയും കഥാപാത്രങ്ങളെ ഉണ്ടാക്കുന്നത്. അതിന് ജീവൻ നൽകാൻ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞൊരു സംവിധായകൻ ഉണ്ടായിരുന്നു. ആ സംവിധായകൻ്റെ ഒരു വലിയ എഫേർട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ. അതൊരു എടുക്കാൻ അത്ര എളുപ്പമുള്ളൊരു സിനിമയല്ല. മൗണ്ട് ചെയ്തിരിക്കുന്ന രീതിയും സീൻസ് ഷൂട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ പിന്നിലെ ചാലഞ്ചസും ഒക്കെ വളരെ വലുതായിരുന്നു. അതിന് ഭയങ്കര വലിയൊരു എഫേർട്ട് ഇതിൻ്റെ സംവിധായകൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ആ എഫേർട്ടിനെ പൂർണ്ണ കൺവിക്ഷനോടുകൂടി ബാക്ക് ചെയ്യാൻ ഒരു നിർമ്മാതാവ് ഉണ്ടായിരുന്നു. ടിയാൻ വളരെ ചിലവേറിയ സിനിമയാണ്, മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമകളിലൊരു സിനിമയാണ്. അപ്പോൾ അതിനെ പൂർണ്ണ കൺവിക്ഷനോടുകൂടി അത് ഈ സിനിമയ്ക്ക് ഇത് ആവശ്യമാണ് എന്ന് വിശ്വസിച്ച് അതിൻ്റെ കൂടെ നിന്നൊരു നിർമ്മാതാവ് ഇതിനുണ്ട്. അപ്പോൾ ഈ എല്ലാ ഘടകങ്ങളും കൂടി ചേരുമ്പോഴാണ് ടിയാൻ പോലൊരു സിനിമ ഉണ്ടാകുന്നത്. ഓരോ ടെക്നീഷ്യനും ഒരു തിരക്കഥയിൽ എഴുതിയിരിക്കുന്നതും ഒരു സംവിധായകൻ പറയുന്നതിനും അപ്പുറം ഒരു കോൺട്രിബ്യൂഷൻ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അപ്പോഴാണ് ആ ടെക്നീഷ്യൻസിനെ നമ്മൾ ഒരു സിനിമയിലേക്ക് ക്ഷണിക്കുന്നതിൻ്റെ പിന്നിൽ അർത്ഥമുണ്ടാകുന്നത്. അത്തരത്തിൽ വലിയ കോൺട്രിബ്യൂഷൻസ് സതീഷിൻ്റെയും മോഹൻദാസിൻ്റെയും ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ സിനിമയ്ക്ക് നിങ്ങൾ ട്രെയിലറിലും ടീസറിലും കാണുന്നൊരു ടോൺ, ഒരു കളർ, അത് ശരിക്കും ആ ലൊക്കേഷൻ ഇല്ല. ആ ലൊക്കേഷൻ അങ്ങനെ ഒരു ടോൺ ഇല്ല, അങ്ങനെ ഒരു കളറില്ല. അത് സതീഷിൻ്റെ ഇൻപുട്ടാണ്. അതൊരു പ്രത്യേക കളർ ടെമ്പറേച്ചറിൽ ഷൂട്ട് ചെയ്യുമ്പോൾ സ്ക്രീനിൽ അങ്ങനെ പ്രത്യക്ഷപ്പെടുന്നതാണ്. അപ്പോൾ അത് ഇന്ന കളർ ടെമ്പറേച്ചറിൽ വേണം ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ എന്ന തീരുമാനം സതീഷാണ് എടുക്കുന്നത്. ആ തീരുമാനം സതീഷിനുണ്ടാവുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ സതീഷിന് തോന്നുന്നതാണ്. ഇതിലെ നമ്മൾ പറയുന്ന ഈ ഫിക്റ്റീഷ്യസ് ആയ ഈ ഗ്രാമം, ഈ നോർത്ത് ഇന്ത്യയിലെ ഈ ഗ്രാമം, അത് ഇങ്ങനെ ആയിരിക്കണം ഉണ്ടാകേണ്ടത് എന്ന് മോഹൻദാസാണ് തീരുമാനിക്കുന്നത്. അത് ആ മോഹൻദാസിന് തോന്നുന്നത് ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണ്. അപ്പോൾ അറ്റ് ദാറ്റ് ലെവൽ ഇൻവോൾവ് ആയാൽ മാത്രമേ ചീഫ് ടെക്നീഷ്യൻസിന് അത്തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കൂ. സതീഷും മോഹൻദാസും ശരിക്കും ത്രൂ ഔട്ട് ടിയാൻ്റെ ജേർണിയിൽ ത്രൂ ഔട്ട് ഈ സിനിമയുടെ പില്ലേഴ്സായിട്ട് കൂടെ നിന്നിരുന്നു. ആൻഡ് ഐ സ്ട്രോങ്ലി ബിലീവ് ഇവർ രണ്ടുപേരുടെയും കരിയർ ബെസ്റ്റ് വർക്കാണ് ഈ സിനിമ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ടിയാൻ ഇപ്പോൾ എനിക്കറിയാം ഇതിനോടകം കേട്ട ഡയലോഗുകളും നിങ്ങൾ കണ്ട ടീസറും ട്രെയിലറും എല്ലാം വെച്ചിട്ട് വളരെ ഡീപ്ലി ഫിലോസഫിക്കൽ സ്പിരിച്വൽ ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും എന്നായിരിക്കും നിങ്ങൾ കരുതുക. അതൊക്കെയാണ് ഈ സിനിമ. പക്ഷേ അതിനൊക്കെ പുറമേ ഇതൊരു മാസ് കമേഴ്ഷ്യൽ എൻ്റർടൈനറാണ്. അതുകൊണ്ട് കുടുംബസമേതം തിയേറ്ററിൽ പോയി കാണണം. കുട്ടികളെ കാണിക്കണം സിനിമ. ഇതിൽ പറയുന്ന കാര്യങ്ങൾ, ഇതിൽ പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങൾ, അതൊക്കെ എന്താണെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഈ സിനിമയ്ക്കൊപ്പം ഉണ്ടാവണം.